ശ്രീ സന്ദീപ് വാര്യർ. ഈ ഊരാലുങ്കൽ ഇത്രമേൽ സംസ്ഥാന സർക്കാരിന് പ്രിയപ്പെട്ടതാകുന്ന വാർത്ത നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ്. വർക്കലയിൽ 8 കിലോമീറ്റർ പാതയോരം മൂടി പിടിപ്പിക്കാനായിട്ട് ഒരു പദ്ധതിയുണ്ട്. അതിൽ ഈ കോടികളുടെ കരാർ ഊരാലുങ്കലിന് സർക്കാർ കൈമാറിയത് ഈ കൂടുതൽ ടെൻഡർ തുകയ്ക്കാണ്. ഇത് കോട്ട് ചെയ്തതിൽ നിന്നും കൂടുതൽ തുകയ്ക്കാണ് എന്നുള്ളതാണ്. ഊരാളുങ്കൽ സൊസൈറ്റി 1912 വാഗ്ഭടാനന്ദൻ രൂപീകരിച്ചതാണ്. അത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വന്നിരുന്നൊരു സൊസൈറ്റി പിന്നീട് CPM-ന്റെ കൈകളിലേക്ക് എത്തുകയായിരുന്നു. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കോട്ട് ചെയ്തതിനേക്കാൾ വലിയ തുകയ്ക്ക് ഊരാളുങ്കൽ ഒരു സഹകരണ സ്ഥാപനമായതുകൊണ്ട് മാത്രം ഊരാളുങ്കലിന് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പുകൾ കൊടുക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഈ രീതിയിലേക്ക് ഊരാളുങ്കലിനെ കേരളത്തിലെ എല്ലാ പൊതുമരാമത്ത് വർക്കുകളും ടെൻഡർ നടപടിക്രമങ്ങൾ മറികടന്നുകൊണ്ട് ലഭിക്കാൻ കാരണമായി തീർന്നത് വാസ്തവത്തിൽ UDF-ഉം LDF-ഉം തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത് PK കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും കേരളത്തിലെ ഭരണം കൈയാളിയിരുന്ന സമയത്ത് UDF-ന്റെ കാലത്താണ് ഇത്തരത്തിൽ ഊരാളുങ്കലിന് ടെൻഡർ നടപടികൾ മറികടന്നുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ കൊടുക്കാനുള്ള തീരുമാനമുണ്ടായത്. അത്തരത്തിൽ ഒരു പ്രത്യേക പരിഗണന ഊരാളുങ്കലിന് ലഭിച്ചത്. അതുകൊണ്ടാണ് LDF സർക്കാരിന് അത് തുടരാൻ സാധിക്കുന്നതും. അവർ വലിയ തോതിൽ കേരളത്തിന്റെ പൊതുമുതൽ ഊരാളുങ്കൽ സൊസൈറ്റി മുഖേന അവരുടെ പാർട്ടി സ്വത്താക്കി മാറ്റുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോയതും അതുമായി ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങളും അഴിമതി ആരോപണങ്ങളും ഒക്കെ മുൻകാലങ്ങളിലും വന്നിട്ടുള്ളതാണ്. ഇവിടെ കേരളത്തിൽ ഊരാളുങ്കൽ സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത മേഖലകളിൽ പോലും ഊരാളുങ്കലിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ്. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ ക്യാമറ വെക്കണമെങ്കിൽ അതല്ലെങ്കിൽ മറ്റ് IT സർവീസിൽ ഊരാളുങ്കലിന് പ്രത്യേക വൈദഗ്ധ്യം ഇല്ലാത്ത മേഖലകളിലെ പ്രവർത്തികൾ കൂടി ഊരാളുങ്കലിന് കൊടുക്കുകയും ഊരാളുങ്കൽ അത് മറ്റുള്ളവർക്ക് സബ് കോൺട്രാക്ട് നൽകുകയും ചെയ്യുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു. ഇവിടെ ബിരിയാണി വെക്കണമെങ്കിൽ പോലും ഒരു ഊരാളുങ്കലിന് ടെൻഡർ കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ കേരളത്തിലെ പൊതു ഖജനാവ് കൊള്ള ചെയ്യുന്നതിന് തുല്യമാണ്. കേരളത്തിലെ സാധാരണ ജനങ്ങളെ നികുതിപ്പണമാണ് കൊള്ള ചെയ്യുന്നത്. ഇക്കാര്യമാണ് നിങ്ങൾ ഇന്ന് മറ്റൊരു എക്സ്പോസായി പുറത്തുവിട്ടിട്ടുള്ളത്. അതെ, ഈ കോടതിയുടെ വരെ വിമർശനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇത്തരത്തിൽ ആവർത്തിക്കുന്നു എന്ന് വരുമ്പോഴാണ് വീണ്ടും വീണ്ടും ഈ വാർത്തയ്ക്ക് പ്രസക്തി ഉണ്ടാവുന്നത്. ശ്രീ സന്ദീപ് വാര്യർ. അല്ല, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇതില് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. കാരണം പൊതുമുതലാണല്ലോ, നികുതി പണമാണല്ലോ. പക്ഷെ അതിന് ഒരു നിയമപരമായിട്ടുള്ള ഒരു സാങ്കത്യം കൊടുത്തത് UDF സർക്കാരിന്റെ കാലത്താണ്. ഇത്തരത്തിൽ ടെൻഡർ പണം അല്ലെങ്കിൽ ടെൻഡറിൽ കോട്ട് ചെയ്തതിനേക്കാൾ ഉയർന്ന തുകയ്ക്ക് ഊരാളുങ്കലിന് നൽകാം എന്ന സാഹചര്യം ഉണ്ടായത്. അത് PK കുഞ്ഞാലിക്കുട്ടി ഈ കേരളത്തിന്റെ കണ്ണായ വകുപ്പുകൾ മുഴുവൻ കയ്യിൽ വെച്ചിരുന്ന ഒരു കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മുസ്ലിം ലീഗും CPM-ഉം തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണ്. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ വാസ്തവത്തിൽ കേരളത്തിന്റെ പൊതുമുതൽ കൊള്ളയടിക്കാൻ വേണ്ടി എപ്രകാരമാണ് UDF-ഉം LDF-ഉം ചേർന്ന് ഒത്തുകളിക്കുന്നത് എന്ന് തെളിയിക്കുന്ന കാര്യമാണ്. ഇത് കേരളത്തിന്റെ പൊതുമുതൽ കൊള്ള ചെയ്യുന്നതാണ്. അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. വലിയ ബഹുജന രോഷം ഉയരേണ്ടതുണ്ട്. ഒപ്പം നിയമപരമായിട്ടുള്ള സാധ്യതകളും നേടേണ്ടതുണ്ട്.